എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിലും ഒരേപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 10 വരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയും പറയുന്ന മറ്റൊരു വിവരണത്തിൽ യേശു 7 അപ്പവും കുറെ ചെറുമീനെയും വാഴ്ത്തി 4000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി ശേഷിപ്പിച്ചതായും വായിക്കുന്നു. ഈ 2 സംഭവങ്ങളും ഒന്നല്ല. 5 അപ്പം കൊണ്ട് അത്ഭുതം നടക്കുന്നത് യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ തിബരിയാസ് കടലിന്റെ അക്കരെയാണ്. എന്നാൽ 7 അപ്പം കൊണ്ട് നടക്കുന്ന സംഭവം യഹൂദരല്ലാത്തവർ താമസിക്കുന്ന ദെക്കപ്പോലി എന്ന പ്രദേശത്ത് വെച്ചുമാണ്. ഒന്ന് ശരത്കാലത്താണ് സംഭവിക്കുന്നത്. ഇവിടെ ജനങ്ങൾ പുല്ലില്ലാത്ത ഇടത്താണ് ഇരിക്കുന്നത്. ജനക്കൂട്ടം 3 ദിവസം യേശുവിന്റെ വചനം കേട്ടുകൊണ്ട് സമയവും കാലവും നോക്കാതെയാണ് ഇരുന്നതെന്നും 7 അപ്പം തിന്നവർ 4000 എന്നും ശേഷിപ്പിച്ച കഷണങ്ങൾ 7 കൊട്ട നിറച്ചെടുത്തുവെന്നും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു എന്നും 5000-ഓളം പുരുഷന്മാർ ഇരുന്നുമെന്നുമാണ്. 7 അപ്പം 4000 പേർക്ക് കൊടുത്ത ശേഷം 7 വട്ടി നിറച്ചെടുത്തുവെന്നും 5 അപ്പം 5000 പുരുഷന്മാർക്ക് കൊടുത്ത ശേഷം 12 കൊട്ട നിറച്ചെടുത്തു എന്നും കാണാം. സഭാപിതാക്കന്മാർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിവരണമാണിത്. യേശുവിനോടും കുർബാന ശുശ്രൂഷയോടും ബന്ധപ്പെടുത്തി ഇതിലെ പല ഭാഗങ്ങളിൽ ചിന്തിക്കുന്നു. അപ്പവും മീനും യേശുവിന്റെ പ്രതീകമായാണ് അവർ പരിഗണിക്കുക. ആദിമ സഭയിൽ മീൻ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിന് ഇക്തൂസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം യേശു ക്രിസ്തു ദൈവപുത്രനും രക്ഷിതാവും എന്നുമാണ്. യേശു അപ്പത്തെ എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു എന്നത് സഭയിലെ കുർബാന അനുഷ്ഠാനത്തിന്റെ സ്ഥാപക വചനങ്ങളാണ്. യേശു യഹൂദന്മാരുടെ ഇടയിൽ ഈ അത്ഭുത പ്രവൃത്തി നടത്തിയതിൽ കൂടി അവിടുന്ന് യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി നൽകപ്പെടുന്ന ജീവന്റെ അപ്പമാകുന്നു എന്ന സത്യം വെളിപ്പെടുത്തി. ഈ സംഭവം പല ആത്മീക സത്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 1, മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങളെ ദൈവം ഗൗരവമായി കാണുന്നു. 2, മരുഭൂമിയിൽ ഇസ്രായേൽ ജനതയ്ക്ക് ആഹാരം ഒരുക്കിയതുപോലെ ഇവിടെയും വിശന്നു വലയുന്ന ജനത്തിന് യേശു ഭക്ഷണം കൊടുക്കുന്നു. 3, യേശു ജീവന്റെ അപ്പം എന്നുള്ള വസ്തുത തെളിയിക്കുന്നു. 4, പങ്കുവെക്കാനുള്ള ബാലന്റെ സന്നദ്ധ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളിൽ പ്രകടമാകേണ്ടതാണ്. 5, നമ്മുടെ അല്പം കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിയും. 6, ധൂർത്തും ദുർവ്യയവും അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല. ശേഷിപ്പിച്ച കഷണം ഒട്ടും നഷ്ടപ്പെടുത്താതെ ശേഖരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നു. വിശന്നു വലയുന്ന ജനത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? അവരോട് അലിവുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. യേശുവിന്റെ മനസ്സുണ്ടായാലേ അതിന് സാധിക്കൂ. ഫിലിപ്പർ 2:5 ക്രിസ്തു യേശുവിന്റെ ഭാവം നമ്മളിലും ഉണ്ടാകണമെന്ന് പറയുന്നു. ലൂക്കോസ് 9:13 നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പാൻ യേശു പറയുന്നു. മരുഭൂമി വിജന സ്ഥലമാണ്. അവിടെ ഭക്ഷണ സാധനം ഒന്നും കിട്ടുകയില്ല. ഭക്ഷണക്ഷാമത്തെക്കുറിച്ച് ആഗോള തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന സംഘടന പറയുന്നത് ഇതൊരു സൈലന്റ് സുനാമിയാണെന്നാണ്. 45 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടില്ലാത്ത ഭക്ഷണക്ഷാമമാണ് ഇന്ന് നടക്കുന്നത്. 100 മില്യൺ ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. 5 സെക്കൻഡിൽ ഓരോ കുഞ്ഞും മരിച്ചു വീഴുന്നു. ഗാസ അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. നമുക്കിന്ന് എങ്ങനെ പണം ദൂർത്തടിക്കാമെന്നുള്ള ചിന്തയിൽ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് പട്ടിണി കിടക്കുന്ന ഒരു കുഞ്ഞിനെയെങ്കിലും ഒരു പ്രാവശ്യം ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ഈ വചന കേൾവി നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.